അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചായിരുന്നു? അല്ല, അത് നോക്കിയായിരുന്നോ? പ്ലാനും എന്തും തന്നിട്ട് വെയിറ്റ്. ഇതിങ്ങനെ കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പൊ വീട് പണിയുന്ന സമയത്ത് അവിടെ ഞാൻ ലാസ്റ്റ് ഇട്ട ഫോട്ടോ നോക്കി. വരും. ഇതാണ് ആക്ച്വൽ പ്ലാൻ. അതായത് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 1535. ഓക്കെ. ഓക്കെ, അതിന്റെ ബാക്ക് സൈഡ് കണ്ടോ? അതിന്റെ ബാക്ക് സൈഡില് പർഗോള പോലെ അല്ലേ കൊടുത്തേക്കുന്നത്? ഓക്കെ, അവിടെ ഒരു സി ഷേപ്പിലല്ലേ ആ ബാക്ക് സൈഡ്? അതായത് കുറച്ചുകൂടെ അകത്തോട്ട് ഇറക്കിയല്ലേ ചെയ്തേക്കുന്നേ പ്ലാനില്? അതകത്തോട്ട് ഇറക്കിയാണ്. ബട്ട് കെട്ട് വന്നപ്പോൾ അത് സ്ട്രെയിറ്റ് ആണ്. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ. അതിപ്പോ ലാസ്റ്റ് നമ്മുടെ വർക്ക് ഏരിയയുടെ ഡോറിന്റെ ഡോറല്ല, ആ ബെഡ്റൂമിന്റെ ബോളും ഇതെല്ലാം ബെഡ്റൂമിന്റെ ഒറ്റ. വർക്ക് ഏരിയന്റെ ഫ്ലോറിന്റെ സെയിം ആണ് കെട്ടും. ഓക്കെ. അതങ്ങനെ ഓക്കെ. അല്ല, ഇപ്പൊ ഞാൻ കഴിഞ്ഞോട്ടെ. ഇപ്പൊ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അവിടെ ഈ ഒരു സീറ്റിംഗ് സ്പേസ് വേണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ സീറ്റിംഗ് സ്പേസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു സ്പേസ് എന്തായാലും ഇപ്പൊ എടുത്തു പോയി, അങ്ങനെ ഏകദേശം ഇങ്ങനെ വരുള്ളൂ. അപ്പൊ ഇത് അകത്തേക്കായിട്ടിരിക്കും. അതായത് ഇപ്പൊ നമ്മുടെ ഇതിപ്പോ ഞാൻ ചെയ്തേക്കുന്നത് മനസ്സിലായോ? ഇപ്പൊ ഞാൻ ചെയ്തേക്കുന്നത് ഓൾറെഡി ഉള്ള തന്നിരിക്കുന്ന പ്ലാനിൽ നിന്ന് ബേ വിൻഡോ പോലെ പുറത്തേക്ക് എടുത്തു. ഇതിപ്പോ നമുക്കിപ്പോ വേണമെങ്കിൽ പ്ലാനിൽ വെച്ച് ഇതുപോലെ തന്നെ ചെയ്യണമെന്നാണെങ്കിൽ ഈ സെയിം ഇത് അകത്തേക്ക് എടുത്ത് നമ്മൾ ചെയ്യുന്നു. ഈ സെയിം വിഷ്വലി ഇങ്ങനെ തന്നെ ആയിരിക്കും. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഞാനൊരു സജഷൻ ഞാൻ എന്റെ റെഫറൻസ് കിച്ചൺ ചെയ്തേക്കുന്നിടത്തെ ഞാനൊരു റെഫറൻസ് ഇട്ടായിരുന്നു, അതൊന്നും നോക്കണം. ആ കിച്ചന്റെ ഓപ്പൺ വരുന്ന കിച്ചണിൽ നമുക്ക് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഇത് ഇവിടെ കൗണ്ടർ ടേബിൾ ഇവിടെ ചെയേഴ്സ് വേണോ എങ്ങനെയാണ്? ഞാൻ അത് കാണിച്ചെന്നുള്ളൂ, എനിക്ക് അറിയില്ലായിരുന്നു. അതങ്ങനെ ഇരുന്നോട്ടെ, അങ്ങനെ ഇരുന്നോട്ടെ. ഇതിന്റെ ഡയമെൻഷനും ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ, കാരണം അതിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞിരുന്നില്ലേ ഇവിടെ ഒരു സീറ്റിംഗ് സ്പേസ് പറ്റുമെങ്കിൽ കൊടുക്കണം എന്ന് ഈ ഭാഗത്തായിട്ട്. അപ്പൊ അതിന് ആക്ച്വലി അങ്ങനെ എടുത്ത് വരുമ്പോൾ മതില് ഇപ്പൊ ഇങ്ങോട്ടേക്ക് കുറച്ച് നീക്കണമല്ലോ. അപ്പൊ അങ്ങനെ നീക്കുമ്പോൾ നമുക്ക് ഇവിടെ നടക്കാൻ സ്പേസ് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇപ്പുറത്തേക്ക് തന്നെ എടുത്തു. പിന്നെ ഇവിടെ വേണമെങ്കിൽ ചെയേഴ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അത് പിന്നെ നമ്മൾ യൂസ്ഡ് ആയി കഴിയുമ്പോൾ അത് നമ്മൾ ഓക്കെ ആയിക്കോളും. എല്ലാം കൂടെ ഇവിടെ പിന്നെ പാസേജും സ്പേസ് കുറയും. അങ്ങനെ അപ്പുറം നമ്മളൊരു ഈ ഒരു ഭാഗത്തേക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാലേ കിച്ചന്റെ അവിടുത്തെ വിൻഡോ അത് സെയിം ആണല്ലോ അവിടുത്തെ വിൻഡോ. പിന്നെ അത് നമുക്ക് എങ്ങനെയായാലും ഇന്റീരിയറിൽ അത് വലിയ രീതിക്ക് കാണില്ല. അത് നമ്മള് പണി ചെയ്യുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ അത് നോക്കിയാൽ മതി. അല്ല, അവിടെ ആ ഹോബ് വരുന്നുണ്ട്, ആ ഹോബിന്റെ താഴെ ആയിരിക്കണ്ടേ വിൻഡോ? അല്ല, അത് ഇവിടെ ചിമ്മിനി വെക്കുന്നുണ്ടോ? ഹുഡ് ആൻഡ് ഹോബ് ഉണ്ട്. അത് പിന്നെ അതെങ്ങനെ അതിന്റെ ഒരു സ്റ്റൈലും ഇതനുസരിച്ചിരിക്കത്തില്ല. സ്ലാന്റിങ് ആയിട്ടുള്ളതും ഫ്ലാറ്റ് ആയിട്ടുള്ളതും പലതും ഇല്ലേ? അത് ഓൾറെഡി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ സ്ലാൻഡിങ് ആണ്. സ്ലാൻഡിങ് മീൻസ് ഒരു ചരിവ് വരുന്നതല്ലേ സ്ലാൻഡിങ്? ഓക്കെ. ആ വുഡിന്റെ സൈസ് 70. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതില്? ഞാൻ ഇപ്പൊ ഇട്ട ഫോട്ടോ നോക്കൂ. അതിലാ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ഇപ്പുറത്തൊരു സ്റ്റോറേജ്
സ്റ്റോറേജ് സ്പേസ് ഇല്ലേ? അത് ആഡ് ചെയ്യാൻ പറ്റില്ല? പറ്റും. പറ്റും. ഓക്കെ, അതൊന്ന് ആഡ് ചെയ്യൂ. ഓ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആ സ്റ്റോറേജ് സ്പേസിന്റെ ബാക്കിലും ആ ബ്രേക്ക്ഫാസ്റ്റ് ഇതിന്റെ ബാക്കിലുമായിട്ട് നമുക്കൊരു ചെറിയ സിറ്റിംഗ് സ്പേസ് അടിയിൽ കൗണ്ടർ കൊടുത്തിട്ട് മേളിൽ അതായത് നമ്മൾ ആ സ്റ്റെപ്പ് ചെയ്ത പോലെ തന്നെ കൊടുക്കാൻ പറ്റില്ല? അത്രയും അവിടെ ഹെൽപ്പില്ല. സ്പേസ് പാസേജ് അല്ലേ, പാസേജിൽ ചെയ്യുമ്പോൾ ഇത് തന്നെ ഓൾറെഡി ഇച്ചിരി കയറിയായിരിക്കുക, കാരണം 45 ഇതെല്ലാം ഇത് വരും, പിന്നെ ഗ്യാപ്പ് കുറവാണ്. ഫ്രിഡ്ജ് നമ്മൾ ഇങ്ങോട്ട് മാറ്റും. ഓക്കെ, ഓഫീസ് ടൈം കഴിയാൻ സമയമായോ? ഇല്ല, കുഴപ്പമില്ല. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇപ്പം? മീൻസ് ആ പ്ലാനിൽ നിന്ന് ചേഞ്ച് വന്നപ്പം അത് ഞാൻ നോക്കിയില്ലായിരുന്നു കേട്ടോ.